ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല പഴുത്ത ചക്ക വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം ഇത് 1 കപ്പ് അളവിലാട്ടോ വേണ്ടത്. 250 ml കപ്പിന് 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചക്കച്ചോളം എടുക്കുക. ഇനി ഈ അരച്ചെടുത്തിട്ടുള്ള ചക്ക നമുക്കിതുപോലെ അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് അരിപ്പൊടിയും നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ വേണ്ടി എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടി, 1 കപ്പ് നാളികേരപ്പാലിന് പകരം പശുമ്പാൽ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ചക്കയുടെ മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർക്കുക. ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഏത് വേണമെങ്കിലും ചേർക്കാം. നമ്മളിവിടെ 1.5 അച്ച് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയതിന് ശേഷം അരിച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരിപ്പൊടിയിൽ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതെല്ലാം ഇതുപോലെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കുറച്ച് കഴിയുമ്പോൾ അതിതുപോലെ കട്ടിയാവാനായിട്ട് തുടങ്ങും. നമ്മളതിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായി വരും. അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഹൽവയ്ക്കൊക്കെ ചെയ്യുന്ന രീതിയിൽ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. 1-2 സ്പൂൺ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ നാളികേരപ്പാലും ചേർത്തിട്ടുണ്ടല്ലോ, അതൊന്നും അത്യാവശ്യം ഓയിൽ വരും. അപ്പോൾ ഒരുപാട് നെയ്യോ അല്ലെങ്കിൽ എണ്ണയൊന്നും ആവശ്യം വരില്ല. നമ്മളിതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിനടുത്ത് നെയ്യ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ. കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ആ പഴവും അരിപ്പൊടിയൊക്കെ നന്നായി മുറുകി അതൊന്ന് എണ്ണ തെളിയാനായിട്ട് തുടങ്ങും. അതുവരെ ഇളക്കി കൊടുക്കുക. ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ആ ഒരു പരുവത്തിലായി വരും. ഇപ്പോൾ നമ്മുടെ ഹൽവ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. അതിന് എണ്ണയൊക്കെ നന്നായിട്ട് ഇതുപോലെ തെളിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/2 കപ്പ് നാളികേരം കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നാളികേരക്കൊത്ത് റോസ്റ്റ് ചെയ്തിട്ട് അത് ചേർത്താലും മതി. പിന്നെ അതിൻ്റെ കൂടെ ഇനി വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ വറുത്തിട്ട് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളത് അത്യാവശ്യം നന്നായിട്ടൊന്ന് മുറുകിയിട്ടുള്ള രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി അവസാനം ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. ചക്കട ആ ഒരു ടേസ്റ്റിലാണ് കഴിക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർക്കണം എന്നില്ല. പിന്നെ അതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മളതെല്ലാം മിക്സാക്കി എടുത്തോല്ലോ, ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ചേർക്കാം. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് ഈ ചൂടോട് കൂടി തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒരു നെയ്യോ ഓയിലോ തടവിയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് അത് പെട്ടെന്ന് തന്നെ മാറ്റാം. നമ്മളിപ്പോൾ അതുപോലെ ഒരു പാത്രത്തിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഗ്ലാസിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിൽ നെയ്യോ ഓയിലോ ഒന്നും തടവേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് തന്നെ വിട്ടു വരും. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഓയിലോ നെയ്യോ നന്നായിട്ട് തടവിയതിന് ശേഷം മാത്രം മാറ്റിയാൽ മതി. എന്നിട്ടത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 2-3 മണിക്കൂറാകുമ്പോഴേക്കും അത് നന്നായി തണുത്ത് നല്ല സെറ്റായി വരും. അപ്പോൾ നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് മേലെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഭംഗിയായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ള് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരിയും ഒരു നാളികേരക്കൊത്തും അതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചക്ക വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണ്. ഒരു 20-25 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. സെറ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അതുപോലെ തന്നെ കഴിക്കാനും അതെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്